ഒന്നിച്ചൊരു ജപമാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണോ എന്നെ? കാണാം. ഇല്ല, ഒരു മിനിറ്റ്, ഞാനിത് റീജോയിൻ ചെയ്യാം. ഒരു മിനിറ്റ്. ശരി. നമസ്കാരം, എന്തുണ്ട് വിശേഷം? No, not a sunny. No, it is raining cats and dog here. നല്ലതല്ലേ? ചൂട് വെള്ളമൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. സീരിയസ്ലി? ഓ, അടിപൊളി. അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ മൂടല, ഭയങ്കര മൂടലാണ്. ആണല്ലേ? രാവിലെ ഒരു വെയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇന്ന് തുണിയൊക്കെ നനച്ചിടാന്നുണ്ട്. എവിടെ എന്തോ ഒരു പ്രശ്നം, ഹെഡ്സെറ്റ് കേൾക്കണില്ല എനിക്ക്. ഞാൻ നോക്കുവായിരുന്നു. പക്ഷെ ജെഫിയ പറയുന്നതല്ല എനിക്ക്. ഇപ്പൊ കേക്കാം. വീഴാതിരുന്നാ മതിയായിരുന്നു. അതെ, ഇതെനിക്കും പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ നിയോഗങ്ങൾ പറഞ്ഞേക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ കോപവും സമ്മർദ്ദവും നിരവധി വെല്ലുവിളികളും എല്ലാം ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാനും നേരിടാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈ സമൂഹത്തിനെ മാതാവിനെ യേശുപിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സംഘർഷത്തിന്റെയും സാഹചര്യത്തിന്റെയും ജീവിതത്തിന്റെയും ധീരരും വികാരഭരിതരുമായ വാസ്തുശില്പികളാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡിനാൽ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചികിത്സകർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വാക്സിനേഷൻ എല്ലാവർക്കും ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കുട്ടികളുടെ വാക്സിനേഷൻ തുടർന്ന് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇന്ന് റാണി ചേച്ചിയുടെ അച്ഛന്റെ 20ാം ചരമവാർഷികമാണ്.
വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വിനോയ് അച്ഛന്റെ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ശാന്തിക്കും ചൈത്തനും അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അനുവിന്റെയും പവിത്രയുടെയും പേരൻസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വിനലിന്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ജ്യോതിയുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഫ്രണ്ടിന്റെ അമ്മയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടക്കുന്നു, പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. റോയുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വേറെന്തെങ്കിലും നിയോഗങ്ങളുണ്ടോ? വേറെ ഒരു സ്പെഷ്യൽ ഇന്റൻഷൻ ഉണ്ട്, അതിനു വേണ്ടി think for that. Yeah, it's okay from my side. എനിക്ക് മഞ്ജു ചേച്ചിനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്കും കേൾക്കാം, ഒരു പ്രശ്നമില്ല. അല്ല, നിഷ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ വോയിസ് ബ്രേക്ക് ആവുമായിരുന്നു. അങ്ങനെ ഓക്കെ ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓക്കെ. ക്രിസ്തുവിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനെ മറിയ ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖമാരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശോളം മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരയണമേ. അങ്ങേ വെളിവിന്റെ കതിരുകൾ ആകാശത്തിന്റെ വഴി അയച്ചറിയണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശം എഴുന്നള്ളി വരയണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിന്റെ സൂമേ, ഉഷ്ണത്തിന് തണുപ്പേ, കരിച്ചിലിന്റെ സ്വരമേ എഴുന്നള്ളി വരയണമേ. എത്രയും നല്ല ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളുകൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യ ദോഷമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയി നനയ്ക്കണമേ, മുറിവീട്ടിരിക്കുന്ന സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ടോ പൊറിപ്പിക്കണമേ, കടുപ്പമുള്ള മയപ്പെടുത്തണമേ, ആറിപ്പോയി ചൂട് പിടിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയി നേരെയാക്കണമേ. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകണമേ. ഭാഗ്യവും പുണ്യയോഗ്യതയും നിത്യാനത അവിടുന്ന് കൽപ്പിച്ചറിയണമേ. ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നീതിമനുഷ്യരും നന്ദിയരും പാപികളുമായി അടിയങ്ങൾ നിസീവ പ്രധാനമായി അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ തേൽമയെ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്ക് ഈ ജപമാല സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാൺപുറത്തെയും കാൺപെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമ്പെ പിതാവും ജനിച്ചനും പ്രകാശം എന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്തനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളനും തന്നാൽ സകലവും നിർമ്മിച്ചതും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുവഷ്ടായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യരായി പോന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഒരു തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവരെയും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശു മിശിഹാ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു. നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലിക്കവും സ്ലൈക്കുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമെന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചോടെ ഒരുപ്പിനും വരുവാനിക്കൽ ലോകത്തിലെ പുതിയ ജനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയ്ക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ,
പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കുമാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ഈ ദൈവവിശ്വാസം എന്ന പുണ്യന്റെ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ഈ ദൈവശരണം എന്ന പുണ്യന്റെ വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ഈ ദൈവസ്നേഹം എന്ന പുണ്യന്റെ വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ രഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് വിശ്വസിച്ച് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീവ്രവേദനയാൽ രക്തം വിയർത്തു എന്ന് ധ്യാനിക്കുക. മാതാവേ, ഈശോയുടെ ഇത്ര കഠിനമായ വേദനയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മനസ്സുപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയ്ക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കുമാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
രണ്ടാം ദിവരഹസ്യം. ഈശോയെ പടയാളികൾ കൽത്തൂണിൽ കെട്ടി ചമ്മട്ടി കൊണ്ട് ക്രൂരമായി അടിച്ചു എന്ന് ധ്യാനിക്കുക. മാതാവേ, മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന പീഡനങ്ങളെ ക്ഷമയോടും സന്തോഷത്തോടും കൂടെ സഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെയും ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. ഈശോയുടെ ശിരസിൽ മുൾമുടി ധരിപ്പിച്ച് പടയാളികൾ അവിടുത്തെ പരിഹസിച്ചു എന്ന് ധ്യാനിക്കുക. മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിന്ദാപമാനങ്ങൾ ക്ഷമാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയ്ക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും ആകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവരഹസ്യം. മരണത്തിന് വിധിക്കപ്പെട്ട ഈശോ ഭാരമുള്ളതും അപമാനകരവുമായി കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്ത മലയിലേക്ക് പോയതിനെ ഓർത്ത് ധ്യാനിക്കുക. മാതാവേ, ഞങ്ങളും അനുദിന ജീവിതത്തിലെ ദുഃഖാനർത്ഥങ്ങളാകുന്ന കുരിശുകളെ ക്ഷമയോടെ ചുമന്നുകൊണ്ട് കർത്താവിന് പിന്തുടരുവാൻ വേണ്ട അനുഗ്രഹം നേടിത്തരയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ,
നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷപ്പെടണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് വിശ്വമിശിഹ ഗാഗുൽത്ത മലയിൽ അവിടുത്തെ ദുഃഖാർത്തയ മാതാവിന്റെ മുൻപാകെ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. മാതാവെ, വിപത്തുകളിലും പ്രത്യേകിച്ച് മരണസമയത്തും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയ്ക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കുന്നു ആകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം.
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റാഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ ജപമാല നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ജനനീ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൽക്കുമാടമായ നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിരക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മതിയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉള്ള കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വസ്തയായിരിക്കുന്ന കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പെട്ടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലനക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുട്ടികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരോഗ്യയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയെ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ.
ഭാഗ്യവതി അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഈശ്വമിശാല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷ സകലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കരുണാപൂർവ്വം രക്ഷിച്ചു കൊള്ളണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വസിച്ചവരുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ജീവനും മാധുര്യം ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറം തൾപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വയിൽ നിന്ന് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മാധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കാരുണ്യം, വാത്സല്യം, മാധുര്യം നിറഞ്ഞ കന്യകമറിയമേ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായി സർവേശ്വര ഭാഗ്യവതിയെ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കുവാൻ ആദിയിൽ തന്നെ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വമിശിഹായുടെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നരളണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ച് ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല എന്നങ്ങ് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാത്തെങ്കിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാദിക്കാതെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പിതാവിനോടുള്ള ജപം. ഭാഗ്യപ്പെട്ട മാറോസപ്പെ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിനു ശേഷം അങ്ങേ മധ്യസ്ഥയെ ഞങ്ങളിപ്പോ മനോശാന്തത യാചിക്കുന്നു. ദേവജനനെ അമലോത്ഭവ കന്യയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോമിശിഹാ തന്റെ തിരുരക്തത്താൽ നേടിയ അവകാശമേ കൃപയുടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിനത്രയും വിവേകമുള്ള കാവൽക്കാര ഈശോമിശിഹാർ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിനെയും വഷളത്വത്തിനെയും കറകളൊക്കെ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എത്രയും വലവനായ ബാലക, അന്ധകാരങ്ങളുടെ ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾ കൃപയുടെ സഹായിക്കണമേ. അങ്ങന്ന് ഒരു ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ച പോലെ ഇപ്പോൾ ദൈവത്തിന്റെ തിരുസഭയെ ശത്രുവിന്റെ കണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തെ നിത്യഭയം പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങേ മധ്യസ്ഥയായി ഞങ്ങൾ എല്ലാവരും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി നന്ദി ഇന്ന് ജോയിൻ ചെയ്യാൻ. അത് ഇങ്ങോട്ട് ചോദിച്ച് ജോയിൻ ചെയ്തല്ലോ. ഇതിലും വലിയ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര മഴ. ആയിരിക്കും, ഒന്നും പറയാൻ പറ്റൂല. ഹലോ ഹായ്. ഹലോ തുമ്പിക്കുഞ്ഞേ. How was your exam? Good. Exam തീർന്നോ? Are you done with your exam? Tomorrow is Kannada. Tomorrow is Kannada. Is it hard? Yes. Yeah. I'll pray for you. It will go easy. And also in maths exam, I'm using spelling of 198. Oh. ഭയങ്കര സംഭവമാണ്. അതെ ജോയിൻ ചെയ്തു. അപ്പൊ എന്താ പറയാ, അന്നേരം പോയി വേവ് അടിച്ചത് അവള്. എന്തോ സംസാരിക്കാനുണ്ടായിരുന്നല്ലോ, പറഞ്ഞു. Today is the feast of Saint Bridget of Sweden. ഭയങ്കര, ഞാൻ അതിനെ പറ്റി എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ 7 സോറോസിന്റെ പുള്ളിയാണ്, 7 സോറോസ് കൊണ്ടുവന്ന ആളാണ്. ഇന്ന് ഞാൻ റീഡ് ചെയ്തപ്പം ഇറ്റ്സ് റിയലി, സോ ഞാൻ ഓർത്തെ ഷീസ് എ നൺ, ബട്ട് ഷീസ് എ മദർ ഓഫ് 8 ചിൽഡ്രൻ. 13 വയസ്സിൽ കല്യാണം കഴിച്ചു പോയി. ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വിഷൻസ് ഓഫ് ക്രൈസ്റ്റ് അറ്റ് ദി ഏജ് ഓഫ് 7. And the first vision was where she saw man of sorrows. ഈശോനെ ക്രൂശിതനായ ഈശോനെ കണ്ടിട്ട് എന്നിട്ട് ചോദിച്ചു, who did it to you എന്ന്. അപ്പം ഈശോ പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. All those who despise me and refuse my love.
Oh. Yeah. Hmm. So that was one thing. So she was the one who founded Bridgetines. എനിക്ക് തോന്നുന്നു 40-ാം വയസ്സില് സെയിന്റ് ബ്രിജിറ്റിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ആൻഡ് ദെൻ ഷീ വെന്റ് ഇൻ ടു ദിസ് ഡീപ് പ്രെയർ ഓഫ് ഒരു മോങ്ക് ലൈഫ് കൂട്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു ഇതില് സെയിന്റിന്റെ എന്താ പറയാ എല്ലാ വീടും എല്ലാം വിറ്റിട്ട് ഒരു മോങ്ക് ജീവിതം നയിക്കാൻ തുടങ്ങി. അന്നേരമാണ് ഒന്നുകൂടെ ദൈവത്തിന്റെ ഒന്നുകൂടെ റെവലേഷൻസ് കിട്ടാൻ തുടങ്ങിയത്. ആൻഡ് ദെൻ ഈശോ ആസ്ക്സ് ഹെർ ടു ഫൈൻഡ് ഓർഡർ ബ്രിജിറ്റൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഫൈൻഡ് ചെയ്യാനും. ബട്ട് ദെൻ ഷീ റിയലി വാണ്ടഡ് ടു ബിക്കം എ നൺ. ദൈവവിളി ഉണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട് ബി മൈ ബ്രൈഡ് ആൻഡ് കാനൽ എന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞായിരുന്നു. ബട്ട് ഷീ നെവർ ബിക്കം എ നൺ. ആൻഡ് she died in, I guess, 1371 or something. Yeah, 73. And she's the one who brought this 15 prayers for 1 year for the ഈശോയുടെ തിരുമുറിവ് 1040 എന്തും തിരുമുറിവ് 4840 wounds. So to say those 15 prayers for 1 year for these wounds. അങ്ങനെ കുറെ ഡിവോഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സെയിന്റ് ബ്രിജിറ്റ്. ആൻഡ് വൺ ഓഫ് ദ ഡിവോഷൻ ഇസ് 7 സോറോസ്. അതാണ് നിഷ ഈ ഞായറാഴ്ച ചെല്ലാൻ വേണ്ടിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. Yes. Are you joining her? Yes, I am. ഓ, അപ്പൊ രണ്ടുപേരും കൂടെ ഇന്ന് ഇൻസ്പയർ ആയതല്ലേ സെയിന്റ് ബ്രിജിറ്റിനെ പിടിക്കുന്നുണ്ട്? അല്ല, ഇന്ന് ഇൻസ്പയർ ആയതാണോ ഇത് വെച്ചിട്ട് ഇൻസ്പയർ ആയതാണോ? ആയിരിക്കും. ഓ, അപ്പൊ എന്താ പറയാ, എങ്ങനെയാ ഇത് ഈ ഓരോ ദിവസവും ഓരോ ഡെയിലി ഒരു സെയിന്റിന്റെ എന്തായാലും ഉണ്ടാവുമല്ലോ? മോസ്റ്റ്ലി ഞാൻ മിക്കവാറും കാണാറുണ്ട്. എന്നാ വെച്ചാൽ എനിക്ക് മെസ്സേജസ് വരാറുണ്ട് ഇന്ന സെയിന്റ് എന്ന് പറഞ്ഞ. സോ ഇപ്പൊ ജെഫിയ പോയി അതിന് വായിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. സംതിങ് പ്രോംപ്റ്റ്സ് മീ ടു ഗോ ആൻഡ് റീഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഓൺലി ദെൻ, ഓർ എൽസ് അങ്ങനെ ഇല്ല. ആൻഡ് എന്തെങ്കിലും പ്രോംപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതാര് How could I miss this conversation? എനിക്ക് വെറുതെ ഉണ്ടാവില്ലല്ലോ. അതെ അതെ. The last time also I popped in when we were talking about Seven Sorrows and Saint Bridget. അതെ. അല്ല, ഞാൻ പറയാൻ വരുന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് യു ക്യാൻ പ്രേ ദ 7 സോറോസ് റോസറി 7 നന്മ നിറഞ്ഞ മറിയമ്മയെ മാത്രം ചൊല്ലിക്കൊണ്ട് വെച്ച ഓരോ നന്മ നിറഞ്ഞ മറിയമ്മയിലും ഓരോ ഈ സോറോസ് ധ്യാനിച്ചുകൊണ്ട് യു ക്യാൻ ജസ്റ്റ് സേ ഇറ്റ് ഇൻ ലൈക്ക് 5 minutes. യു ഡോണ്ട് നീഡ് ടു ലൈക്ക് ദർ ഇസ് വൺ ഡിവോഷൻ, അങ്ങനെ ഒരു ഡിവോഷൻ ഉണ്ട്. whereas you don't need to say the entire rosary. Yeah, if you know about Nisha, you know about it. Yeah. So each ഒരു നന്മ നിറഞ്ഞ പറയുമ്പോ is for that one first sorrow, like that age and that's അത് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. okay, why are you spinning on me? അതെ, it is spinning everywhere. ശരിയായി. Okay. So it's a shorter version, but the longer version is basically 7 Hail Marys for each sorrow of us. She's a mystic. Saint Bridget is a mystic. So basically she has visions of Jesus and Mary and all of those things. So it is through these visions that she came up with those. She asked Jesus. So as Jefiya said, at the age of 7, she actually saw the crucified Christ. That was her first one. So she asked Christ. Then later that became the center of her devotion. Crucified Christ, and that's how she prayed and asked how many scourgings or how many wounds he had in his during his passion, and that's when she got the answer of 5,480. And the 15 prayers, 15 Hail Marys, Our Fathers and Hail Marys that we say for a year, basically honors each wound of it by the end of 1 year.
Same thing is with 12 years, but obviously then it's 7 Our Fathers and Hail Marys over 12 years. It basically adds up to the same amount of this one. Yeah, there are promises also attached to it. We spoke about it the last time, so I'm not going to touch on that. So those two are predominant devotions of what she got us. She also got us, yes, the 7 sorrows of Mary. I think Jeffy and me spoke about some of her quotes. And there's this one that really touched me. One second, let me just pull that up. Actually, there are two. Jeffy picked, what really. So there's one that she says, Mary is the lily in God's garden. Oh. Okay. And that's like the most that I really liked of what she said. The other thing she said was, "Oh Mary, you give assistance to everyone endeavoring to rise to Christ, to God." I don't think there's anything wrong in it. I mean, I totally agree to the fact that if she's not around, how are we all gonna reach heaven? Okay. How are sinners like us gonna reach heaven? Very true. But I think what Jeffia said was, what Jeffia liked was, there is no sinner in the world, however much at enmity with God, who cannot recover God's grace by recourse to Mary and by asking her assistance. So it's she who's gonna lead us. Really beautiful. Especially Chosen, if you have watched Chosen. പറഞ്ഞു ഞാൻ അത് ആലോചിച്ചോളൂ എപ്പോഴാണ് ഇത് കറങ്ങി തിരിഞ്ഞ് ചോസനിൽ എത്തുകയെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങോട്ട് ചോദിക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞല്ലോ, സമാധാനം, തുടങ്ങിക്കോ. No, especially Chosen Mary Magdalene. And she goes back to Jesus after bidding. So for people who don't know what Chosen is a series on Jesus Christ. I think they're going to have 8 seasons. 2 seasons are out. It's an app called The Chosen. If you go to your Play Store, you'll find it. You can download it. You can watch it for free, or you can pay it forward. Your choice. It gives you a different perspective on Jesus and his life and his ministry. So if you have not watched it, please go ahead, download it and watch it. No, Chosen Mary Magdalene, how Mother Mary come, I'll take you to Jesus, like how Mother Mary, I really liked it. And that is a presentation of this quote. When I read this quote, that is something which really clicked me. Like how much at enemy you are with God, she will, with her grace, she will bring you to Jesus. It's really beautiful. ചോസന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഞാൻ എന്റെ ലൈഫിൽ റിലേറ്റ് ചെയ്ത് നോക്കുവാണല്ലോ. ഓക്കെ, ഈ പ്രെയർ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോഴോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു എന്താ പറയാ മാതാവ് ചിലപ്പോ തലയിൽ ഇട്ടപ്പോഴോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാന്ന് വെച്ചപ്പോഴോ, എന്താ പറയാ, നിഷ എന്ന് പറയുന്നത് ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ഞാൻ ഒന്നുമല്ല കേട്ടോ, ഐ എം നത്തിങ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായി, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു ജീവിതമേ അല്ല എന്റേത്. എന്നിട്ട് സോ എപ്പോഴും എന്റെ മനസ്സിൽ ആ ഒരു ഡൗട്ട് ഉണ്ടാവും. എവറി ടൈം ഐ ഫീൽ ദാറ്റ് ഓക്കെ, ഫോളോവേഴ്സ് കൂടുന്നില്ല, ഇനി ഞാൻ ഉള്ളത് കൊണ്ട് ഞാനും ആണോ? ചിലപ്പോ നല്ല പ്രാർത്ഥനക്കാർ 2-3 പേര് കൂടുവാണെങ്കിൽ ചിലപ്പോ വല്ല 1000 ഒക്കെ ആയനെ ഇതിനു മുമ്പ്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ കൂടാത്ത. മീൻസ് സോ മെനി തിങ്സ് ഡൺ ഇൻ മൈ മൈൻഡ്. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ചോസൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കാണുന്നത്. മീൻസ് എന്താ പറയാ, ബൈബിളിലൊന്നും നമ്മള് ഓരോ ശിഷ്യന്മാരെ കുറിച്ചും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവർ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, എന്താണ് എല്ലാരും ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇറ്റ് ഈസ് സോ റിയലിസ്റ്റിക്. ഓക്കെ, ലൈക്ക് and then I relate myself to that, saying that okay, I'm nothing, like no, compared to all the people around me, I'm nothing. But then if they're still choosing me for something, okay, probably I should go ahead and do it. സാരമില്ല, ബാക്കി ദൈവം നോയിക്കോളൂ എന്നുള്ള രീതിയിൽ I just leave it off.
എന്തോ നിഷ എന്താ പറയാൻ വന്നു? So if you actually hear the bonus section of the director, right, he actually says he started Chosen at a point in his life when everything was off, like everything was down in his life. He tried making a lot of movies or plays about Jesus, and none of them took off in his life. Okay, so that's when he decides to make Jesus's The Chosen stuff, and it's one of, I think, if I'm not wrong, the only crowd-funded series that it's going on. Okay, so he actually had this point in his life where he felt that he's not able to do anything with, by not able to give that message of Jesus to anybody else. But that's when he actually hears this. He's only supposed to bring the loaves and fishes. To multiply it is God's, this one. So answer to your doubt is that we both are here just to do his will of starting this, coming here every day. Even if as we said, even if it means one person is going to join us, we will do it. We are just getting fish and loaves. Yeah. Multiplies his thing. So I think that one thing about what Dallas Jenkins said stuck with me, that we are here on earth only to get those fishes and loaves. The rest is up to God. I ശരിയാണ്. remember Nisha Chechi saying the same thing. Remember, we was on the call, and just before this starting, she was like, we was talking about it. Yeah. And the crazy part, ellarkum, like, we all think that we are nothing. Like today, when in the morning when I got up, I was like, I'm not doing comparatively to other people. We try to compare with each other, no? ഇപ്പൊ ഞാൻ മഞ്ജു ചേച്ചി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നിഷ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. So we try to compare, but then when I hear from Manju Chechi and Nisha Chechi, like, you guys also think the same way, that ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇനി എന്താ ചെയ്യാൻ പറ്റാത്തത് ഓർക്കുമ്പോ എല്ലാരും നമ്മുടെ ചുറ്റിനുള്ള എല്ലാവർക്കും ഇങ്ങനെ ഒരു തോന്നലുണ്ട്. ഇത് അതിന്റെ കൂടെ ചോദിച്ചത് എനിക്ക് വേറൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാം, ബാക്കി നമ്മള് ഈശോനെ കുറിച്ച് കണ്ടിട്ടുള്ള സീരിയൽസില് എല്ലാം ഈശോ ഒരു വലിയ മനുഷ്യൻ, എന്താ പറയാ, മനുഷ്യനായിട്ട് ഒരാളെ ആയിട്ടല്ല കാണിക്കുന്നത്. അതൊരു ദൈവപുത്രനാണ്. ആ ഒരു ഗെറ്റപ്പ്, ആ ഒരു സ്റ്റൈല്, ആ ഒരു സംസാരം, അത് മാത്രമേ ഉള്ളൂ. ഇതിൽ കാണുന്ന ഈശോ, ഹി വിങ്സ് അറ്റ് പീപ്പിൾ, നോ ഹി ഡാൻസസ്, no he cracks jokes, like no that is something that is crazy. Okay, then okay ഇങ്ങനെയാണ്. ഓക്കെ, അത് സാധാരണ മനുഷ്യൻ. അതും അതിന്റെ കൂട്ടത്തില് പ്രസംഗത്തിന് മുമ്പില് പ്രിപ്പയർ ചെയ്യുന്നു. അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണം ഈ സ്പീച്ചിനെ. അത് മത്തായിനെ വിളിച്ചിരുത്തി ഇന്നതും ആദ്യമേ സംസാരിക്കണം. ഓ ഇത് ശരിയാവൂല എന്ന് മത്തായി പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇത് ശരിയാവോ, അങ്ങനെ എന്താ പറയുക, ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു സ്പീച്ച് ഉണ്ടാക്കി. അതൊന്നും ഞാൻ ഒരിക്കലും ജന്മത്തെ പോലും ഇങ്ങനെ ആലോചിച്ചിട്ടില്ല. ഓക്കെ ഇങ്ങനെയായിരുന്നായിരിക്കും ജീവിതം, ഇങ്ങനെയായിരിക്കും എന്ന് ഈശോ ഇതൊക്കെ ചെയ്തത്. എന്താ പറയാ, ഒരു നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന, ഒരു മനുഷ്യനായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു സീരീസ്. കുറെ തലങ്ങളില് നമ്മളെ എന്താ പറയാ കണക്ട് ചെയ്യിപ്പിക്കുന്ന, കുറെ ചിന്തിപ്പിക്കുന്ന, ഓരോരുത്തരെയും കുറിച്ച് എന്താ പറയാ ഓരോ ശിഷ്യന്മാരെ കുറിച്ചും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ആരെന്ത് ചെയ്തിരുന്നു, എങ്ങനെയാണ് ഓരോരുത്തരുടെയും സ്വഭാവങ്ങള്. ബ്യൂട്ടിഫുൾ. Yeah, but just to give people a understanding that it's a perception of what had happened. So there might be backstories which they have put in as a creative team. So when they started off, they brought in people. They brought in a teacher from Judaism, from Catholic Church, from the Baptist Church, and everything. They brought together. They've had a conversation for each episode. They had a discussion before they wrote and they did it. So it's only a perception, and as they say, it is not a substitution for the Bible. You will still have to go through your Bible, but the fact that it shows Jesus as a human like us, who had to practice, as Manju said. Yes, you trust me, when I saw that, I was like, really, did he actually like, that kind of bought me thing. 7th episode അല്ലേ? 8th episode, last episode. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞു പോയി കണ്ടോട്ടോ, ഇല്ലെങ്കിൽ 7th 8th കണ്ടില്ല. നിങ്ങൾ എനിക്ക് ചുമ്മാ ഇത് തന്നോണ്ടിരിക്കുക. നമ്മള് ഒത്തിരി ആലോചിച്ച ആരായിരിക്കും ഇനി അടുത്ത് വരാനുള്ള, അവരൊക്കെ വന്നു. അത്രയും തരുന്നുള്ളൂ. സീസൺ 1 ല്
like you said, that he winks at Peter's wife, cracking a joke with her, and he winks. How uh, how genuine was that scene, that he can have friends and he can joke with them, and he's making fun of his disciple on whom the church is built, right? And he's joking with his wife about that disciple, other. പിന്നെ അതേപോലത്തെ I think one more episode was when he meets the women at the well, I think again season 1, where he hugs her, and there's that becomes so human, that he has so much of love for her, no matter what kind of a sinner she was. So sometimes it kind of gives me that comfort that, if he could do that to her, he can do that to me as well. So I don't have to carry this guilt, carry this baggage that I am a sinner, and try to stay away from him. All I have to do is go to him, and to go to him, I need help, and Mother Mary is my help, Saint Joseph is my help, my guardian angel, okay, is my help to go there. So it's about, it gives you that human thing. But I'm really glad after 1 year of going behind Manju, she actually goes and watches it. അത് ഞാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലൈക്ക് I just binge watched and I just finished it off. No stopping then. നിഷ ലാസ്റ്റ് 2 കാണുന്നതിന് മുമ്പ് ഞാൻ ഫിനിഷ് ചെയ്തു. Yeah, she actually finished the season 2 before me. I was like, okay, that was nice. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ഒത്തിരി പറഞ്ഞു 2 എപ്പിസോഡ് ബാക്കി. ഞാൻ ബാക്കി 2 എപ്പിസോഡ് ഇങ്ങനെ ഇച്ചിരി വെച്ച് കാണുന്നു. ഇനിയും കുറെ സമയം ഉണ്ടല്ലോ 3ാമത്തെ സീസൺ വരെ. അതെ ഞാൻ പറഞ്ഞില്ലേ, ഇനി സീസൺ 1 പിന്നെയും ബിഞ്ച് ചെയ്യാം, പിന്നെ അതിന്റെ ബോണസ് കണ്ടന്റ് ബിഞ്ച് ചെയ്യാം, പിന്നെ സീസൺ 2 ബിഞ്ച് ചെയ്യാം, പിന്നെ അതിന്റെ ബോണസ് കണ്ടന്റ് ബിഞ്ച് ചെയ്യാം. അപ്പത്തേക്കും സീസൺ 3 വരും. വെരി ട്രൂ. Anyway, അപ്പൊ കാണാത്തവരെല്ലാം കാണുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ദി ചോസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് പെയ്ഡ് അല്ല, നിങ്ങൾക്ക് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവരെങ്ങനെയാ ചെയ്തിരിക്കുന്നത് വെച്ചാല്, ഇവരുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ആൾക്കാരുടെ നിന്ന് അവരോട് ചോദിച്ചിരിക്കുകയാണ്. അവരോട് പൈസ ചോദിച്ച് എന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ആ പൈസ കൊണ്ടാണ് അവർ അടുത്ത എപ്പിസോഡ് ചെയ്യാറ്. അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിൽ പേ ചെയ്യാം. 2 സീസൺസ് ഉണ്ട്, തീർച്ചയായിട്ടും കാണണം. വളരെ നല്ലതാണ്. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിന്റെ സബ് ടൈറ്റിൽസും ഉണ്ട്. വേറെ ലാംഗ്വേജസ് ഉണ്ട്, പക്ഷെ ഇന്ത്യൻ ലാംഗ്വേജസ് വേറെ ഒന്നുമില്ല. ഇംഗ്ലീഷ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഹിന്ദി ഉണ്ടോ? I don't remember seeing Indian languages on it. But the fact that I think you don't need subtitles because the way they act is pretty good enough to tell you that. But I also like the fact that irikina disciples tamil, that competition to be the best disciple of Jesus, that is so humanly shown there that you'll be surprised that you can look at them, you don't have to worry about the language or the accent. And trust me, the accent is amazing. That like they catching those accents and speaking is like really good. But then മത്തായി ഇന്ത്യക്കാരനാണ്. Indian born and brought up in US. നല്ല വളരെ നല്ല, എല്ലാവർക്കും ചേരുന്ന റോൾസ് കൊടുത്ത് എന്താ പറയാ, വളരെ നന്നായിട്ട് എടുത്തിരിക്കുന്ന ഒരു സീരീസ് എന്ന് തന്നെ പറയാം. എന്തു പറയാ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി, എന്താ പറയാ, ശിഷ്യന്മാര് തമ്മിലുള്ള അടി കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ ഓക്കെ, സൂപ്പർ. പക്ഷെ അങ്ങനെ പറയരുത്, ഒത്തിരി പേർക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ലായിരിക്കും. ഏതും പുറത്ത് നമ്മൾ മലയാളികൾ. I think, as I said, I think that acting is so that those expressions are so well done, so well that I don't think you really have to listen to what they have to say. It's pretty evident out there. ശരിയാണ്, വളരെ ശരിയാണ്. അപ്പൊ സമാധാനമായല്ലോ ഇന്നത്തേക്ക്, അല്ലേ? അപ്പൊ കറങ്ങി തിരിഞ്ഞ് അതെ.
Now you go binge watch the other 2 seasons, rather 2 episodes. യെസ്, Yes. അത് പറഞ്ഞിട്ടു. അപ്പൊ നാളെ നമുക്ക് വൈകുന്നേരം എന്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്നത് ജിബിയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം ജിബിയെ നമ്മുടെ കൂട്ടത്തിൽ 2 പ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജിബിയെ നാളെ വൈകുന്നേരം 6:30 വൈകുന്നേരം 6:30 എല്ലാവരും കാണാം. Okay. I'll see you all on Sunday. Yeah, Bye. bye.